അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ നേരിടുകയും അത് ക്ഷമിക്കുകയും അതിൽ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ യോഗ്യത. അങ്ങനത്തെവർക്കാണ് യഥാർത്ഥത്തിൽ പരിപൂർണ വിശ്വാസം ഉണ്ട് എന്ന് അള്ളാഹു താല പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണത്തിന് വിധേയരാക്കിയവരാരാണ്? പ്രവാചകന്മാരാണ്, സംശയിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നൊരു ഹദീസ് ഇമാം തിർമിദി രേഖപ്പെടുത്തുന്നുണ്ട്. അഷദ്ദുന്നാസി ബല അൽ അംബിയ, ജനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പരീക്ഷണങ്ങളെ സഹിച്ചവർ, പരീക്ഷണങ്ങൾ നേരിട്ടവർ, അല്ലെ അള്ളാഹു പരീക്ഷണം കൊടുത്തവർ, അത് പ്രവാചകന്മാരാണ്. പിന്നെ സജ്ജനങ്ങളാണ്. പിന്നെ അവരോടടുത്ത ആളുകൾ, ഏറ്റവും നല്ലവരാരാണോ അവരാണ് പിന്നീട് ഏറ്റവും പരീക്ഷണങ്ങൾ സഹിച്ചവർ. നോക്കൂ, അപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളെ സഹിക്കുക എന്നുള്ളത് അത് അള്ളാഹു താല അവരെ ഇഷ്ടപ്പെടാനുള്ള ഒരു മാനദണ്ഡമായിട്ട്, ഒരു മാർഗമായിട്ട് അള്ളാഹു അത് കാണുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പരീക്ഷണങ്ങൾ വരാൻ ആഗ്രഹിക്കണമെന്നല്ല. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇത് അള്ളാഹു താല നമ്മളിൽ ഒരു നന്മ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്. എത്ര പരീക്ഷണങ്ങളെയാണ് ഓരോ പ്രവാചകന്മാരും സഹിച്ചതും ക്ഷമിച്ചതും. അവർക്കൊന്ന് ദുആ ചെയ്തുകൂടായിരുന്നോ? അവരൊന്ന് ദുആ ചെയ്താൽ അള്ളാഹു ദുആ കേൾക്കുമല്ലോ. നമ്മളെന്താണ് മനസ്സിലാക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ്. ഒരു തെറ്റും അവരിൽ നിന്നുണ്ടാവുകയില്ല. എന്നിട്ടും അള്ളാഹു താല അവരെ പരീക്ഷിക്കുമ്പോൾ അള്ളാഹുവിനോട് അവർക്ക് ദുആ ചെയ്യാൻ അവർ സന്നദ്ധരായില്ല. അവർ ക്ഷമിച്ചു. ധാരാളം പ്രതിഫലം ലഭിക്കട്ടെ എന്നവർ ആഗ്രഹിച്ചു. അതാണതിൻ്റെ കാര്യം. ധാരാളം പ്രതിഫലം അതിലൂടെ ലഭിക്കണം. ഇന്നമാ യുവഫ സ്വാബിറൂന, ക്ഷമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അവരുടെ കൂലി ബിഗൈരി ഹിസാബാണ്. കണക്കില്ലാത്ത കൂലിയാണ് അള്ളാഹു താല അവർക്ക് കൊടുക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, ഒരു പ്രവാചകനാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഒരുപാട് പരീക്ഷണങ്ങൾ നിരന്തരമായി അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴും അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. എത്രയോ പരീക്ഷണങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ. മഹാന്മാർ പറയുന്നുണ്ട്, വലം യസിദ്, അവരുടെ പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ അവരിൽ നിന്നുണ്ടായി ക്ഷമയും
ശുക്റും ഹംദും അങ്ങനെ വർദ്ധിക്കുകയാണ് ചെയ്തത്. പരീക്ഷണങ്ങൾ കൂടുന്നതനുസരിച്ച് ഹംദും ശുക്റും വിനയവും താഴ്മയും അള്ളാഹുവിലുള്ള ആ ഒരു അർപ്പണ ബോധവും അവർക്ക് കൂടുകയാണ് ചെയ്തത്. അവരൊക്കെ വലിയ അനുഗ്രഹീതരല്ലേ. അള്ളാഹു അവരൊക്കെ പറ്റി അവരുടെ മതകൾ പറയുന്നത് കൊണ്ട് അവരോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ടും ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, വല്ലാതെ പ്രയാസപ്പെടുത്തി. തൻ്റെ മക്കൾ മരണപ്പെട്ടു പോയി, തൻ്റെ കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങിപ്പോയി, കന്നുകാലികളൊക്കെ ചത്തുപോയി. ചരിത്രത്തിൽ പറയുന്ന ഒരു രോഗം ശരീരത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ വന്നു. രോഗം വന്നിട്ട് ആ രോഗം സഹിക്കവയ്യാതെ ഒരു ഭാര്യ ഇട്ടേച്ച് പോയി. റഹ്മത്ത് റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഭാര്യ അവരോടൊപ്പം നിന്നു. അവരെയും അയ്യൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, പരീക്ഷണങ്ങൾ വരികയാണ്, നിങ്ങൾക്കും പോകാം. പക്ഷേ അവർ ക്ഷമിച്ചു, സഹിച്ചു. 3 കൊല്ലക്കാലം അവർ സഹിച്ചു എന്ന് താരീഖിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാം എപ്പോഴാണ് അള്ളാഹുവിനോടൊന്ന് തൻ്റെ ഒരു വിഷയം വിനയത്തോടെ പറഞ്ഞത്? ശരീരമാസകലം ഇങ്ങനെ രോഗം വന്നപ്പോഴും അതൊക്കെ ക്ഷമിച്ചു. പക്ഷേ നാവിലേക്ക് അസുഖം വരികയും എനിക്ക് ദിക്റ് ചെല്ലാൻ കഴിയുകയില്ലേ എന്ന് ഭയപ്പെട്ടപ്പോൾ, ആശങ്കപ്പെട്ടപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അന്നീ മസ്സനി ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. അല്ലാഹുവേ, എന്നെ പ്രയാസങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും പിശാച് എന്നെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസം എത്തിയിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് ഒരു അദബാണ്. സ്വാഭാവികമായും നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അതിന് പ്രചോദനം കൊടുക്കുന്നത് ശൈത്താനാണ്, ലാനത്താക്കപ്പെട്ട ശൈത്താനാണ്. അവൻ്റെ പ്രേരണയാലാണ് അതുണ്ടാകുന്നത്. അതാണ് ഇവിടെ അള്ളാഹുവിനോട് വിനയത്തോടെ അയ്യൂബ് നബി അലൈഹി സ്വലാം പറയുന്നതാണ്, പടച്ചോനെ, എന്നെ പിശാച് സ്പർശിക്കുന്നുണ്ട്, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തന്നിട്ട്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് പറയുന്നത്, ഇദ്രിബ് ബിരിജിലിക ഫളറബ ഫനബഅത ഐനു മാഇൻ ഫഖ്തസല വശരിബ വദഹബ അൻഹു കുല്ലു ദാ. അദ്ദേഹത്തോട് ഭൂമിയിൽ ചവിട്ടാൻ ആവശ്യപ്പെടുകയും അതിൽ നിന്ന് വെള്ളം ഉയരുകയും ആ വെള്ളം അദ്ദേഹം അത് കുടിക്കുകയും ചെയ്തപ്പോൾ രോഗങ്ങൾ ഫദഹബ അൻഹു കുല്ലു ദാഇൻ, രോഗങ്ങൾ മുഴുവനും അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോവുകയും വആദ സിഖ്ഖതുഹു വഖുവ്വതുഹു, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തിരിച്ചു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ശക്തി തിരിച്ചു കൊടുത്തു. നേരത്തെ അദ്ദേഹം രോഗം വന്നിട്ട് ദുർബലനായിരുന്നു, മെലിഞ്ഞാളായിരുന്നു, ശക്തി ക്ഷയിച്ച് ഒരു വല്ലാത്തൊരു പ്രയാസത്തിൻ്റെ ഒരവസ്ഥ അദ്ദേഹത്തിന് എത്തിയിരുന്നു, ശാരീരികമായ തളർച്ച എത്തിയിരുന്നു. അതെല്ലാം മാറി. അള്ളാഹു ചെയ്ത അനുഗ്രഹം നോക്കൂ. വഅഹിയ അല്ലാഹു ഔലാദുൽ മൗത, മരണപ്പെട്ട മക്കളെ അള്ളാഹു അദ്ദേഹത്തിന് ജീവിപ്പിച്ചു കൊടുത്തു. വറസഖഹു മിസ്ലഹും മിൻ സൗജതി വസീദ ഫി ശബാബിഹ, അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് ആ യൗവനം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിനിക്ക് മക്കളെ കൊടുത്തു, ഭാര്യ നൽകി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗോതമ്പത്തിൻ്റെയും അതുപോലെ ബാർലിയുടെയും ഒക്കെ വയലുകളെ അള്ളാഹു താല ഒരു മേഘം അള്ളാഹു പറഞ്ഞയച്ചുകൊണ്ട്, ഒന്ന് സ്വർണത്തിൻ്റെ വയലുകളും മറ്റത് അതുപോലെ വെള്ളിയുടെ, ഗോതമ്പത്തിൻ്റെ ആ കൃഷിയിടങ്ങളെ സ്വർണമാക്കി അള്ളാഹു താല. അതുപോലെ ബാർലിയുടെ ആ ഒരു പ്രദേശം അത് വെള്ളിയാക്കി അള്ളാഹു മാറ്റി.
ആഷ അയ്യൂബ് അലൈഹിസ്സലാം ബഅദ ദാലിക സിനീന ബി അർളി റോം. റോം നാട്ടിൽ രാജ്യത്ത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം പിന്നീട് വർഷങ്ങളോളം ജീവിച്ചു. പിന്നീടാണ് അദ്ദേഹം വഫാത്താകുന്നത്. വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് ഉള്ള വയസ്സ് 93 വയസ്സ് ഉണ്ടായിരുന്നു എന്നാണ്. നോക്കൂ, അള്ളാഹു താലാൻ്റെ പരീക്ഷണം. അതിൽ അയ്യൂബ് നബി അലൈഹി സ്വലാം വിജയിച്ചപ്പോൾ അള്ളാഹു താല അയ്യൂബ് നബി അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളാണ് നാം ഈ കേട്ടത്. ക്ഷമിച്ചാൽ കൂലിയുണ്ട് പ്രിയപ്പെട്ടവരെ. ക്ഷമിക്കുമ്പോൾ അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് പ്രയാസം തന്ന അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് എന്നുള്ള ചിന്ത നമുക്ക് വരണം, നമുക്ക് ഓരോരുത്തർക്കും വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിൽ അർപ്പിതമായ ഒരു നല്ല ജീവിതം കാഴ്ചവെച്ച് മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ ദുന്യാവിൽ നിന്ന് പെട്ടുപറഞ്ഞു പോകാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, നിങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.